അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് പല ആളുകൾക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന സമയത്ത് അത് സത്യം തന്നെയാണെന്ന് മനസ്സിലാവും. ഇതെന്റെ സൃഷ്ടാവിൽ നിന്നുള്ള സത്യമായ കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്ന്. എന്നാൽ ഒരു പക്ഷേ ഇടക്ക് കയറി വരുന്ന ആളുകൾക്ക് അത്ര പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ കഴിയൂല. അവർക്ക് ഇതിന്റെ അടിസ്ഥാന രഹസ്യം മനസ്സിലാവണം. കാരണം തുടർന്ന് കാണുന്നവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറ്റുള്ളൂ. അത് ആഴത്തിൽ പഠിക്കുകയും വേണം, ചിന്തിക്കുകയും വേണം. എന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ ഇത് സത്യം തന്നെയാണെന്ന് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് അത് അത്ര പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. എന്നാൽ ഈ ഒരു കാര്യത്തെ ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്ന ഒരു അധ്യായമാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഞാൻ എടുക്കാൻ പോകുന്നത്. അധ്യായം 34 സൂറ സബഹ്. അതിൽ ഒന്നാമത്തെ ആയത്ത് പറയുന്നത്, ആകാശഭൂമികളിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. പരലോകത്തും സർവസ്തുതിയും അവന് തന്നെയാണ്. അവൻ തന്ത്രജ്ഞനും സൂക്ഷ്മമായി അറിയുന്നവരുമാണ്. ഈ ഒന്നാമത്തെ ആയത്തിൽ തന്നെ പറയുന്നത് എല്ലാ സ്തുതിയും അള്ളാഹുവിന്. അത് പരലോകത്തായാലും നമ്മൾ ഈ ലോകത്തായാലും. ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ സർവ്വവ്യാപിയായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ, തന്ത്രജ്ഞനും സൂക്ഷ്മമായി അറിയുന്നവരുമാണെന്ന്. ഈ സൂക്ഷ്മമായി അറിയുന്നത് എന്തുകൊണ്ടാണ്? അവന്റെ ഒരു അംശമാണ് നമ്മളിലുള്ളത്. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു കടക്കുന്നതും ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതും അങ്ങോട്ട് കയറി ചെല്ലുന്നതുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. അവൻ പരമകാരുണികരും ഏറെ പൊറുക്കുന്നവനുമാണ്. ഈ അന്തരീക്ഷത്തിൽ നടക്കുന്ന, ഈ ആകാശ ലോകങ്ങളിൽ നടക്കുന്ന, ഈ സ്പേസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടാവ് അറിയുന്നുണ്ട്. കാരണം അവനറിയും, അവന്റെ ഒരു അംശത്തിലാണ് നമ്മളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. സത്യനിഷേധികൾ പറയുന്നു, അന്ത്യഘട്ടം നമുക്ക് വരികയില്ല എന്ന്. നബി, താങ്കൾ പറയുക, അതെ, അദൃശ്യ കാര്യങ്ങൾ അറിയുന്ന എന്റെ നാഥനെ തന്നെ തീർച്ചയായും അത് നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ഈ അന്ത്യഘട്ടം ഇല്ല എന്ന് പറയുന്ന ആളോട് അള്ളാഹു പറഞ്ഞെന്താ? അദൃശ്യ കാര്യങ്ങൾ അറിയുന്ന സൃഷ്ടാവാണ് സത്യം, അത് നിങ്ങൾക്ക് എത്തുന്നത്. സൃഷ്ടാവിന്റെ ഈ കൈകളെന്ന അംശത്തിലാണ് ഈ ലോകാവസാനം ആവട്ടെ, അന്ത്യഘട്ടം ആവട്ടെ, ഇതിനൊക്കെ വരുത്താൻ കഴിവുള്ള ഒരു അംശത്തിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പോഴാണ് ആ ഒരു സമയം എന്നുള്ളത് അവനാണ് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് അവൻ പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് അന്ത്യനാൾ വരുന്നത്. അവർക്കാണ് പാപമോചനവും മാന്യമായ ആഹാരവും. ഈ യഥാർത്ഥ സത്യത്തെ അംഗീകരിക്കുന്ന വിശ്വാസികൾക്ക്, സൽക്കർമ്മം ചെയ്തവർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ അന്ത്യഘട്ടത്തെ അള്ളാഹു കൊണ്ടുവരുന്നത്. അവർക്കാണ് പാപമോചനവും മാന്യമായ ആഹാരവും. ഈ പാപമോചനം എന്ന് പറയുമ്പോൾ അവർ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. മനുഷ്യനാണ് തെറ്റുകൾ ചെയ്യും, സ്വാഭാവികം. പക്ഷെ ചെറിയ ചെറിയ തെറ്റുകളായിരിക്കും അർത്ഥം. അത് അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. തെറ്റ് ചെയ്യാതെ ആരും തന്നെ ഭൂമിയിൽ നിന്ന് പോകുന്നില്ല. ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സ്വർഗം, നരകം, അവിശ്വാസി, സത്യവിശ്വാസി, സത്യനിഷേധി എന്നൊക്കെ ഈ വാക്കുകൾ. അപ്പൊ നമ്മളൊരു മുസ്ലിം ആയാൽ മാത്രം ഒരു വിശ്വാസിയായി, ഒരു സത്യവിശ്വാസിയായി എന്നൊരു ചിന്താഗതിയായിരുന്നു ആ ഒരു പ്രായത്തിലേക്ക് നമുക്ക്. പക്ഷെ എനിക്കിപ്പോ ഈ ഖുർആൻ വ്യക്തമായിട്ട് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ആരാണ് യഥാർത്ഥ സത്യവിശ്വാസി എന്നുള്ളത്. അപ്പൊ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വിശ്വസിച്ച സൃഷ്ടാവിന്റെ യഥാർത്ഥ സീക്രട്ട് മനസ്സിലാക്കി അതിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ.